നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ സർപ്പക്കാവ് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ്. നാളെയും മറ്റന്നാളുമായിട്ട് സർപ്പക്കാവിൻ്റെ പണി പൂർത്തിയാകും. 16-ാം തീയതി പൂജയാണ്. അപ്പോൾ അതിനാൽ നമ്മൾ സർപ്പക്കാവ് വൃത്തിയാക്കുന്നു. സർപ്പക്കാവ് വൃത്തിയാക്കുന്ന ആൾ രതീഷാണ്. നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാരനാണ്. പണിക്കാരനല്ല, ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ നമ്മളത് ആരംഭിച്ചു കഴിഞ്ഞു. രതീഷ് നല്ല ഉഷാറിലാണ്, നല്ല വർക്ക് ചെയ്ത് കണ്ടില്ലേ. നമുക്ക് എത്രയോ സുന്ദരമായ ആ സർപ്പക്കാവ് നമ്മൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ്. നിങ്ങൾ ഞാൻ കളം വരയ്ക്കുകയാണ്. സർപ്പക്കളമാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് പൂഴിമണ്ണിലായതുകൊണ്ട് വരയ്ക്കാൻ വളരെ ഈസി ആയിരുന്നു. കാവിൽ പൂജ തുടങ്ങി. ഞാനാണ് പൂജ ചെയ്യുന്നത്. എൻ്റെ മോനുമുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല പൂജകളൊക്കെ ഉണ്ടായിരുന്നു. സുന്ദരമായ ഈ ഒരു ഐല്യ പൂജ നടത്താൻ സാധിച്ചത് എൻ്റെ പുണ്യമായി ഞാൻ കരുതുന്നു. നിങ്ങളും മുതലശ്ശേരി അമ്പലത്തിലേക്ക് വരിക. പൂജകളും വഴിപാടുകളും ഒക്കെയായി ഒരു ഐല്യം കൂടി അങ്ങനെ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ ഈ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ മോനാണ് ഈ അടുത്ത് നിന്ന് എന്നെ സഹായിക്കുന്നത്. കർപ്പൂര ആരാധന തുടങ്ങി. നമ്മളങ്ങനെ ഈ വർഷത്തെ ഐല്യം മഹോത്സവം എന്ന് വേണമെങ്കിൽ പറയാം, ഈ കർപ്പൂര ആരാധനയിലൂടെ അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പന്തീരുനാഴി സദ്യയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ നല്ല രീതിയിൽ പൂജയിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.